നമസ്കാരം കുട്ടികളെ. നിങ്ങൾ എല്ലാവരും പഠിക്കാൻ തയ്യാറാണോ? എല്ലാവരും ടീച്ചർ ഇതുവരെ തന്ന നോട്ട് പൂർത്തിയാക്കിയോ? നമുക്ക് ഇന്നത്തെ പാഠം തുടങ്ങിയാലോ? എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അതെ, ഗാന്ധിജി. ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ സാധാരണ ജീവിതം കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സന്ദേശം നൽകിയിട്ടുണ്ട്. ഗാന്ധിജിയുടെ സന്ദേശം എന്ന പാഠഭാഗത്തിലൂടെ അദ്ദേഹം കുഞ്ഞുങ്ങൾക്ക് നൽകിയ ഒരു പാഠം എന്താണെന്ന് നമുക്ക് നോക്കാമോ? ടീച്ചർ വായിക്കുമ്പോൾ നിങ്ങളെല്ലാവരും പാഠപുസ്തകത്തിൽ ശ്രദ്ധിച്ചിരിക്കണം. ഗാന്ധിജിയുടെ സന്ദേശം. യാത്രക്കിടയിൽ ഗാന്ധിജി ഒരു ആശ്രമ വിദ്യാലയത്തിലെത്തി. സമയം പ്രഭാതം. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. പഠനം തുടങ്ങേണ്ട സമയമായി. കുട്ടികൾ ഓരോരുത്തരായി വന്നു തുടങ്ങുന്നതേയുള്ളൂ. ഗാന്ധിജി ഓരോ കുട്ടിയെയും സൂക്ഷ്മമായി ശ്രദ്ധിക്കുവാൻ തുടങ്ങി. അവർക്ക് കാര്യം മനസ്സിലായി. നേരം വൈകിയത് ശരിയായോ എന്നാണ് ആ നോട്ടത്തിൻ്റെ അർത്ഥം. ബാപ്പുജി, അങ്ങ് ക്ഷമിക്കണം. മഴ ശല്യം ചെയ്തത് കൊണ്ടാണ് ഞങ്ങൾ വൈകിയത്. ഗാന്ധിജിക്ക് ചിരി വന്നു. മഴ എങ്ങനെയാണ് കുട്ടികളെ ശല്യമാവുക? അത് അതിൻ്റെ ജോലി ചെയ്യുകയല്ലേ. എന്നാൽ നമ്മളോ മഴയെ കുറ്റപ്പെടുത്തുന്നു, നേരം വൈകുന്നു, ജോലി മറക്കുന്നു. അതല്ലേ സത്യം? ഒരു വലിയ ചിന്ത കുട്ടികളിൽ രൂപപ്പെട്ടു തുടങ്ങി. അവർ പരസ്പരം നോക്കി തലയാട്ടി. ഇനി വൈകി വരില്ല ബാപ്പുജി. എല്ലാവരും ചേർന്നായിരുന്നു അങ്ങനെ പറഞ്ഞത്. ഗാന്ധിജി അവരോടുള്ള സ്നേഹഭാഷണം തുടർന്നു. നിങ്ങൾ എല്ലാവരും ഖാദി തന്നെയാണല്ലോ ധരിച്ചിരിക്കുന്നത്. അതെ ബാപ്പുജി. അവർ ഒന്നിച്ചു തലയാട്ടി. കുട്ടികളെല്ലാവരും സ്വദേശി വസ്ത്രം തന്നെയാണ് ധരിച്ചിരുന്നത്. ഗാന്ധിജിക്ക് സന്തോഷമായി. ഇനി ഞാൻ ചോദിക്കുന്നത് ശ്രദ്ധയോടെ കേൾക്കണം, എന്നിട്ടേ ഉത്തരം പറയാവൂ. നിങ്ങളിൽ എത്ര പേർ എപ്പോഴും നേര് പറയുന്നുണ്ട്? ഗാന്ധിജി ചോദിച്ചു. കുറച്ചു കുട്ടികൾ കൈപൊക്കി. എന്നാൽ വല്ലപ്പോഴും കള്ളം പറയുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലില്ലേ? അതെത്ര പേർ കാണും? 2 കുട്ടികൾ പെട്ടെന്ന് തന്നെ കൈപൊക്കി. ഗാന്ധിജി സൗമ്യമായി ചിരിച്ചു. പിന്നെ 3, 4 കൈകളങ്ങനെ പൊങ്ങാൻ തുടങ്ങി. ആശ്രമത്തിലെ അധ്യാപകർക്ക് ആശങ്കയായി. ഗാന്ധിജിക്ക് എന്ത് തോന്നും? കള്ളം പറയുന്ന കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തെക്കുറിച്ച് അദ്ദേഹം എന്താവും വിചാരിക്കുക? അപ്പോഴേക്കും മുഴുവൻ കുട്ടികളും കൈ ഉയർത്തിക്കഴിഞ്ഞിരുന്നു. മിടുക്കർ. ഗാന്ധിജി അവരെ അഭിനന്ദിച്ചു. അധ്യാപകർക്ക് സന്ദേഹമായി. അധ്യാപകരുടെ മുഖഭാവം ഗാന്ധിജി ശ്രദ്ധിച്ചു. വല്ലപ്പോഴും കള്ളം പറയുന്നു എന്ന് കുട്ടികൾ സമ്മതിക്കുന്നു. അത് വലിയൊരു സത്യസന്ധതയല്ലേ? കുട്ടികളുടെ മുഖത്ത് സന്തോഷം നിറഞ്ഞു. ഗാന്ധിജി പറഞ്ഞു, ഒരിക്കലും കള്ളം പറയരുത്. കുട്ടികൾ സമ്മതപൂർവ്വം തലയാട്ടി. നിങ്ങൾ നന്നായി വരും. ഗാന്ധിജി കുട്ടികളെ ആശീർവദിച്ചു. നാളത്തെ വലിയ മനുഷ്യരാണ് ഈ കുട്ടികൾ. ഇങ്ങനെ പറഞ്ഞ് അദ്ദേഹം യാത്രയായി. അപ്പോൾ എന്താണ് ഈ പാഠഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഒരു യാത്രക്കിടയിൽ ഗാന്ധിജി ഒരു ആശ്രമ വിദ്യാലയത്തിൽ എത്തുന്നു. അപ്പോൾ കുട്ടികൾ വൈകിയെത്തിയത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു. കുട്ടികൾ എന്താണ് കാരണമായി പറഞ്ഞത്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മഴ ശല്യപ്പെടുത്തിയത് കൊണ്ടാണ് എന്നാണ്. അപ്പോൾ ഗാന്ധിജി ചിരിച്ചുകൊണ്ട് എന്താണ് പറഞ്ഞത്? മഴ അതിൻ്റെ ജോലി ചെയ്യുകയല്ലേ. എന്നാൽ നമ്മൾ മഴയെ കുറ്റപ്പെടുത്തുന്നു, നേരം വൈകുന്നു, ജോലി മറക്കുന്നു. അപ്പോഴാണ് കുട്ടികൾ ഓർത്തത്, ശരിയാണല്ലോ, മഴയ്ക്കെന്താ ജോലി? മഴ പെയ്ത് എല്ലാ ജീവജാലങ്ങൾക്കും വെള്ളം നൽകണം. അതുകൊണ്ടാണ് മഴ കൃത്യസമയത്ത് അതിൻ്റെ ജോലി ചെയ്യുന്നത്. നമ്മൾ മഴയായതുകൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങാതെ മഴയെ കുറ്റം പറയുകയും പഴിചാരുകയും ചെയ്തു. ഒന്നാമത്തെ പാഠം എന്താണ്? നാം ചെയ്യേണ്ട പ്രവൃത്തികൾ കൃത്യസമയത്ത് ചെയ്യാതെ അത് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവയ്ക്കാൻ പാടില്ല. ഇനി വൈകി വരില്ല എന്ന് കുട്ടികൾ സമ്മതിച്ചതോടെ ഗാന്ധിജി കുട്ടികളോട് സ്നേഹ സംഭാഷണം തുടർന്നു. എന്താണ് ഗാന്ധിജി അടുത്തതായി ചോദിച്ചത്? എല്ലാവരും ഖാദി തന്നെയാണല്ലോ ധരിച്ചിരിക്കുന്നത് എന്നാണ്, അല്ലേ? ഖാദി എന്താണ്? പഞ്ഞി കൊണ്ടോ പട്ടുകൊണ്ടോ കൈകൊണ്ട് ചർക്ക പോലുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ച് നെയ്തെടുക്കുന്ന തുണിത്തരങ്ങളെയാണ് ഖാദി അഥവാ ഖദർ എന്നറിയപ്പെടുന്നത്.
അപ്പോൾ എല്ലാവരും ഖാദി തന്നെയാണോ ധരിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ കുട്ടികൾ എന്താണ് ഉത്തരം പറഞ്ഞത്? അതെ എന്ന്. സ്വദേശി വസ്ത്രം ധരിച്ചിരിക്കുന്നത് കണ്ട ഗാന്ധിജിക്ക് സന്തോഷമായി. സ്വദേശി വസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വന്തം നാട്ടിൽ ഉണ്ടാക്കിയ വസ്ത്രം. അടുത്തതായി ഗാന്ധിജി കുട്ടികളോട് എന്താണ് പറഞ്ഞത്? അതെ, അദ്ദേഹം ഇനി കുട്ടികളോട് ചോദിക്കുന്ന ചോദ്യത്തിന് ശ്രദ്ധയോടെ ഉത്തരം പറയണം എന്നാണല്ലേ? എന്നിട്ട് എന്താ ചോദിച്ചത്? നിങ്ങളിൽ എത്ര പേർ എപ്പോഴും സത്യം പറയുന്നുണ്ട് എന്ന്. അപ്പോൾ കുറച്ചു കുട്ടികൾ കൈപൊക്കി. അപ്പോൾ അദ്ദേഹം വീണ്ടും ചോദിച്ചു, വല്ലപ്പോഴും കള്ളം പറയുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലില്ലേ എന്ന്. അപ്പോഴേക്കും എന്ത് സംഭവിച്ചു? 1, 2 എന്നിങ്ങനെ കൈകളങ്ങനെ പൊങ്ങിത്തുടങ്ങി. ഇത് കണ്ടപ്പോൾ ആശ്രമത്തിലെ അധ്യാപകർക്ക് ആകെ ആശങ്കയായി. ഗാന്ധിജിക്ക് എന്തു തോന്നും? കള്ളം പറയുന്ന കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തെക്കുറിച്ച് അദ്ദേഹം എന്താവും വിചാരിക്കുക എന്നോർത്തായിരുന്നു അധ്യാപകരുടെ ആശങ്ക. അപ്പോഴേക്കും മുഴുവൻ കുട്ടികളും കൈ ഉയർത്തി കഴിഞ്ഞിരുന്നു. ഗാന്ധിജി അപ്പോൾ അവരെ എന്താണ് പറഞ്ഞത്? മിടുക്കർ എന്ന് പറഞ്ഞ് അഭിനന്ദിച്ചു. അപ്പോഴേക്കും അധ്യാപകർക്ക് സംശയമായി. അധ്യാപകരുടെ മുഖഭാവം ശ്രദ്ധിച്ച ഗാന്ധിജി എന്താണ് പറഞ്ഞത്? വല്ലപ്പോഴും കള്ളം പറയുന്നു എന്ന് കുട്ടികൾ സമ്മതിക്കുന്നു. അത് വലിയൊരു സത്യസന്ധതയല്ലേ? കേട്ട കുട്ടികൾക്ക് വളരെയധികം സന്തോഷമായി. അപ്പോൾ ഗാന്ധിജി എന്തു പറഞ്ഞു കുട്ടികളോടായിട്ട്? ഒരിക്കലും കള്ളം പറയരുത്. നിങ്ങൾ നന്നായി വരും. നാളത്തെ വലിയ മനുഷ്യരാണ് ഈ കുട്ടികൾ എന്ന് പറഞ്ഞ് ഗാന്ധിജി യാത്രയായി. പാഠഭാഗത്തിൻ്റെ സന്ദേശം എന്താണ്? ഒരിക്കലും കള്ളം പറയാൻ പാടില്ല. അറിയാതെ നമ്മുടെ ഭാഗത്ത് നിന്നൊരു തെറ്റുണ്ടായാൽ പോലും ആ തെറ്റ് സമ്മതിച്ച് സത്യം പറയുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നേറാൻ സാധിക്കൂ. നിങ്ങൾക്ക് ഈ പാഠഭാഗം ഇഷ്ടപ്പെട്ടോ? എല്ലാവരും പാഠം നന്നായി വായിച്ചു നോക്കണം. പുതിയൊരു പാഠവുമായി അടുത്ത ക്ലാസ്സിൽ കാണും വരെ നന്ദി.